കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യകണ്ണി പിടിയിലായിരിക്കുന്നു. കൂടല്ലൂർ സ്വദേശി ജോമോനാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഓരോ ദിവസവും ലഹരിയുടെ പിടിയിലായിക്കൊണ്ടിരിക്കുന്ന കേരളം, യുവതലമുറ. അതിനിടയിൽ ഇപ്പോൾ കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യകണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കൂടല്ലൂർ സ്വദേശി ജോമോൻ. അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയൂ. ഇയാളെ ബംഗളൂരിൽ നിന്ന് എപ്പോഴാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം എങ്ങനെയാണ് പിടികൂടിയത്? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം വലിയ രീതിയിൽ ഇപ്പോൾ ഈ എക്സൈസിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഈ ലഹരി മരുന്നിനെതിരെ വ്യാപകമായിട്ട് തിരച്ചിൽ അതുപോലെ തന്നെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് പ്രധാനമായിട്ടും എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ, അതായത് 2022 നടന്ന ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട ആ സംഭവം എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ ആ ലഹരി എവിടെയാണോ എത്തിയത് ആ പ്രദേശത്ത് തന്നെ പോയി ആ ആളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. 2022 വഴിക്കടവിൽ വെച്ച് നടന്ന ഒരു കേസാണ്. ഈ കേസിലാണ് ഇപ്പോൾ അതിന്റെ മുഖ്യ കണ്ണിയായിട്ടുള്ള പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. കൂടല്ലൂർ സ്വദേശി ജോമോനാണ് ഇപ്പോൾ പിടികൂടിയായിട്ടുള്ളത്. കേരളത്തിലേക്ക് പ്രധാനമായിട്ടും കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ മുഖ്യ കണ്ണിയാണ് ജോമോൻ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എക്സൈസ് പ്രധാനമായിട്ടും പറയുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ അത് എക്സൈസിലെ ഉദ്യോഗസ്ഥർ ജുനൈദ് സാർ ചേരുന്നുണ്ട്. സാർ, എന്താണ് ഈ കേസ്? ശരിക്കും എങ്ങനെയായിരുന്നു ഈ ആളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്? ഈ കേസ് 2022 ഒരു 66 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസാണ്. കാളികാവിൽ വെച്ച് പിടികൂടിയതാണ്. അന്ന് കേസിൻ്റെ അന്തർ സംസ്ഥാന ബന്ധം കാരണം കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും കേസ് അന്വേഷണ ഭാഗമായി ഈ പ്രതിയുമായി ബന്ധമുള്ള പ്രതിക്ക് കഞ്ചാവ് ആന്ധ്രയിൽ നിന്ന് എത്തിച്ചു കൊടുത്ത ആളെ ഞങ്ങൾ കണ്ടുപിടിച്ചു. തുടർന്ന് പലതവണ ഞാൻ അന്വേഷിക്കാണ്ട് ഗൂഡല്ലൂരുള്ള വീടുകളിലും പോയി. അത് കൂടാതെ ബാംഗ്ലൂർ താമസിക്കുന്ന വിവരം കിട്ടിയ സ്ഥലങ്ങളൊക്കെ പലതവണ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടിയില്ലായിരുന്നു. വീണ്ടും യാദൃശ്ചികമായി വളരെ കഷ്ടപ്പെട്ട് ഒരു രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് പിടികൂടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം. ഇയാൾ പ്രധാനമായിട്ടും ആർക്കാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇവിടേക്ക് എത്തിക്കുന്നത്? ഈ കഞ്ചാവ് എന്ന ലഹരി 66 കിലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാളികാവ് റേഞ്ചിലേക്ക് ആ കേസെടുത്ത പരിധിയിലേക്ക് മാത്രമായിരിക്കില്ല. അത് ജില്ലയ്ക്ക് വെളിയിലേക്കോ പല ജില്ലയിലേക്കും പോകാനുള്ള സാധനമുണ്ട്. ഇത് ആദ്യമായല്ല. ഈ ഞാൻ ഇതിനു മുമ്പ് തന്നെ 2022 പാലക്കാട് വെച്ച് പിടിച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് അന്വേഷണം മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് മൊത്തം ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ലോബിയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് പുള്ളി. എന്തായാലും സ്മിത, ഈ കേസ് ഇവിടെ തീരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം എന്തായാലും എക്സൈസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ അകപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളെ കൂടി, അല്ലെങ്കിൽ ഇതിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത് ആരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഒരു അന്വേഷണം എന്തായാലും എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതിൽ അടിത്തട്ടിലേക്ക് ഇത്തരത്തിൽ അന്വേഷണം പോകുന്നു എന്നുള്ളത് ഏറെ സ്വാഗതമായിട്ടുള്ള കാര്യമാണ്. അതെ, കർശനമായ പരിശോധനകൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാകാം ഇത്. 2022 66 കിലോ കഞ്ചാവ് പിടിച്ച ഒരു കേസാണിത്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന വലിയൊരു സംഘം, അതിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.